ഹായ്, എല്ലാവർക്കും സൂസൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു പാവയ്ക്ക ജ്യൂസ് ഇട്ടില്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ച് ഇപ്പം നോയമ്പ് കാലമല്ലേ, അപ്പോൾ അന്നേരം ഒരു മാങ്ങ മീൻകറി വെക്കുന്ന പോലെ വെക്കാമെന്ന് ഓർത്തേ. അപ്പോൾ അതിനെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെ കാണുന്നത്. അപ്പോൾ നല്ല കിളിച്ചുണ്ടൻ മാങ്ങ, മഞ്ഞൾ, കടുക്, ഉലുവ, മുളക് പൊടി, പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു സ്പൂൺ നമ്മുടെ ഫിഷ് മസാലയില്ലേ, ഫിഷ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഫിഷ് മസാല. അത് ഈ ഫിഷ് മസാലയുടെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ചുമന്നുള്ളി അരിഞ്ഞത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ, വെള്ളം. അപ്പം ഞാൻ ഈ മാങ്ങയൊന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ. അതെ, ഞാൻ മാങ്ങ കഴുകി അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അരിയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. ഈ മാങ്ങാക്കറി നല്ല സൂപ്പറാണ് കേട്ടോ, കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനേ. ഈ നോയമ്പ് ഇന്നലെ തൊട്ട് നോയമ്പ് തുടങ്ങിയില്ലേ, അപ്പം നോയമ്പ് കാലത്ത് മീൻകറിക്ക് പകരം ഞാനിവിടെ ഗ്യാസ് കത്തിക്കുകയാണേ കേട്ടോ. ഗ്യാസ് കത്തി, അത് ഈ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി പാടാ. ഗ്യാസ് കത്തിച്ചു, എണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒത്തിരി വേണ്ട, ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു. നമ്മൾ മീൻകറി വെക്കുന്ന പോലെ തന്നെ കടുകിടുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തതാണ്, പക്ഷെ അത് ക്യാമറ സ്കിപ്പ് ചെയ്തു പോയി. തീ കുറച്ചെടുക്കുക. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ടേ. കടുകിന് എന്നോട് പിണക്കം, പൊട്ടുന്നില്ലായിരുന്നു. കടുക് പൊട്ടി കണ്ടോ. ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഞാൻ നന്നായിട്ട് ചുവന്നുള്ളി ഇടും. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ബാക്കി കാണിക്കാം കേട്ടോ. ഇപ്പം ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മളത്തെ ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇവിടെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. തീ കുറച്ചു. ഇനി ഞാൻ നമ്മുടെ മഞ്ഞൾ അങ്ങോട്ട് ഇടുവാണേ. കാണാമല്ലോ അല്ലേ, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇളക്കി. വീണ്ടും നമ്മൾ മുളക് പൊടി, ഫിഷ് മസാല എടുത്ത് വെച്ചില്ലേ, ഇതിനെ ഞാൻ അങ്ങോട്ട് ഇടുവാണേ. കണ്ടോ. മുളക് പൊടി ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിക്കുകയാണേ കേട്ടോ. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. വീണ്ടും നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒത്തിരി വേണ്ട, മാങ്ങ ആയതുകൊണ്ട് ഉപ്പ് ഒത്തിരി വേണ്ട. കണ്ടോ, ഉപ്പിട്ടു. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ പെറുക്കിയിടാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, വെട്ടിത്തിളച്ചു. നമ്മൾ ഈ മാങ്ങയെ ഇട്ട് കൊടുക്കുവാണേ. മാങ്ങ ഇട്ട് കൊടുത്ത് ഒരു 10-20 മിനിറ്റ് കണ്ടോ. ഞാനതിനെ അങ്ങ് കുടഞ്ഞിടുക, അല്ലേ കുറേ പ്രാവശ്യം ഇടണം കണ്ടോ. അപ്പോൾ എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഒറ്റയ്ക്കല്ലേ ക്യാമറ പിടിക്കുന്നേ, അതുകൊണ്ട് എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ ക്യാമറ തെറ്റും കണ്ടോ. അപ്പോൾ ഈ മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ കറി ഇവിടെ നന്നായിട്ടായിട്ടുണ്ട്. ഞാൻ ഈ ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് നോർമലാകണമല്ലോ, അതിന് ഞാൻ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം ഇതിനെ എല്ലാം കൂടെ തണുത്ത് കഴിയുമ്പം നല്ല അടിപൊളി കറിയായിരിക്കും. ഈ കറി മാത്രം മതി നമുക്ക് ഇച്ചിരി ചോറുണ്ണാൻ. കൂട്ടത്തിൽ ഞാൻ പച്ച കറിവേപ്പില ഞങ്ങളുടെ മുറ്റത്തുനിന്ന് പറിച്ചാണേ, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. കൂട്ടത്തിൽ പച്ചമുളക് ഒരു 4 പച്ചമുളക്. മീൻകറിക്ക് പകരമായതുകൊണ്ട് എനിക്ക് ഇച്ചിരി എരിവ് വേണം, അതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിവൊക്കെ അങ്ങ് ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം. ഈ നോയമ്പിൽ ഇപ്പം 25 നോയമ്പല്ലേ, ഈ നോയമ്പിൽ മീൻകറി കൂട്ടാത്തവർക്ക് പറ്റിയ ഒരു കറിയാണ് ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പം കണ്ടോ,
നമ്മുടെ മാങ്ങാക്കറി ഇവിടെ നല്ലതായിട്ട് റെഡിയാക്കി ഞാൻ ദേ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഇന്നത്തെ എൻ്റെ മാങ്ങാക്കറിയും രാവിലെ ഇട്ട പാവയ്ക്ക ജ്യൂസും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സഹായിക്കുമല്ലോ അല്ലേ.